അവൈലബിലിറ്റി കിൽസ് യുവർ വാല്യൂ. ഈ കോട്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ? അതായത് നമ്മളൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ എത്ര കണ്ട് അവൈലബിൾ ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര കണ്ട് അവർക്ക് പ്രസൻസ് കൊടുക്കുന്നു, അത്ര കണ്ട് നമ്മുടെ വാല്യൂ അവിടെ കുറയും, നമ്മുടെ റെസ്പെക്ട് അവിടെ കുറയും. നമുക്കൊരാളെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ നമുക്ക് നിലനിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്വാളിറ്റി ടൈം അവർക്ക് അധികമായിട്ട് കൊടുക്കും, അല്ലെ? നമ്മളെപ്പോഴും അവർക്ക് അവൈലബിൾ ആവും. ബട്ട് നിങ്ങൾ എത്ര അവൈലബിൾ ആകുന്നോ അത്ര കണ്ട് നിങ്ങളുടെ വാല്യൂ ആ ബന്ധത്തിൽ കുറയും എന്നുള്ളതാണ്. ഇതൊരു അപ്രിയ സത്യമാണ്. ഇത് എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. നമുക്ക് എത്ര ഫ്രീ ടൈം ഉണ്ടെങ്കിലും ആരിലും ഒരു ബന്ധത്തിലും നമ്മൾ കൂടുതലായിട്ട് അവൈലബിൾ ആവരുത്. ബി ആൻ പ്രയോറിറ്റി, നോട്ട് ആൻ ഓപ്ഷൻ എന്ന് പറയൂലേ. നമ്മൾ ഒരിക്കലും ഒരാളുടെ ഓപ്ഷൻ ആവരുത്. ബി ആൻ പ്രയോറിറ്റി. നമ്മളൊരു പ്രയോറിറ്റി ആയി മാറാൻ ശ്രമിക്കുക. നമ്മളൊരു പ്രയോറിറ്റി ആയി കാണുന്നവരെയും നമ്മളൊരു ഓപ്ഷനായി കാണുന്നവരെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അല്ലെ? നമ്മൾ അവർക്കൊരു പ്രയോറിറ്റി ആണെങ്കിൽ നമ്മളില്ലാതെ അവർക്ക് പറ്റില്ല, അല്ലെ? ഏതൊരു കാര്യത്തിനും നമ്മളായിരിക്കും ഫസ്റ്റ് ചോയ്സ്. നമ്മൾ കൂടെ ഉണ്ടാവാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യും. ഓപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, മനസ്സിലായി? ആ വന്നു, ഓക്കെ, പോയാ പോയി, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പരിഗണന ഇല്ലാത്തടത്ത് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കരുത്. നമുക്കൊരു മീ ടൈം വേണം, അല്ലെ? നമ്മുടേതായ ഒരു ടൈം ഉണ്ട്, അതിനാ മീ ടൈം എന്ന് പറയും. ഞാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാനുമായി ഇമോഷണലി കണക്റ്റഡ് ആയ ആൾക്കാർ പറയുന്നത് നിനക്ക് മീ ടൈം കൂടുതലാണെന്നല്ലോ. അതൊരു കണക്കിന് സത്യമാണ്. ഞാൻ ഒരുപാട് മീ ടൈം എടുക്കുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മുടെ ചിന്തകളെ ഇങ്ങനെ കയറൂരി വിടൂലേ, ഓ അതിന്റെ ഒരു സുഖം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് മീ ടൈം വേണം. നമ്മളതിന് എത്ര ബിസി ആയിട്ടുള്ള ആളാണെങ്കിലും, നമ്മൾ എത്ര വലിയ ബിസിനസ് മാൻ ആണെങ്കിലും നമുക്കൊരു അരമണിക്കൂർ ഫോൺ ഓഫാക്കി നമുക്ക് വേണ്ടി മാത്രം ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അങ്ങനെയുള്ള മീ ടൈമിലാണ് നമുക്ക് മനസ്സിലാവുക നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എന്താണ് ആവേണ്ടത്, നമ്മൾ എന്തിലാണ് ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്, എൻ്റെ പാഷൻ എന്താണ്, എൻ്റെ ഹാപ്പിനെസ് സോഴ്സ് എന്താണ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് മീ ടൈം കൊടുത്തേ പറ്റും. ഇഫ് യു വാണ്ട് ലിവ് വിത്ത് സെൽഫ് റെസ്പെക്ട്, റിമൂവ് യുവർ പ്രസൻസ് ഫ്രം അൺവാല്യൂഡ് പ്ലേസസ്. ആർട്ടിഫിഷ്യലായി ബന്ധം അഭിനയിക്കുന്നവരിൽ നിന്ന് മാറി നിൽക്കുക. ജെനുവിൻ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക. സോ വൺസ് അഗൈൻ, don't available too much. It will kill your value. Bye.